ശ്രീ ജോസ് കെ മാണി എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസ് കെ മാണി, ഇപ്പോൾ ഈ സംഭവത്തിൽ ശ്രീ ജോസ് കെ മാണി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? കാരണം ഈ പ്രദേശത്ത് ഒരു കാട്ടുപന്നി ശല്യം ഉള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഈ സംഭവം നടന്ന പ്രദേശത്ത് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ വനമന്ത്രി പറഞ്ഞത്? പഞ്ചായത്ത് പ്രസിഡന്റിന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം, ഒരു ഷൂട്ടറെ ഏർപ്പാട് ചെയ്ത് കൊടുത്ത് കൊല്ലാം കാട്ടുപന്നികൾ എന്നാണ്. ഇത് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഇതിനകത്ത് ഇന്നിപ്പോ കാട്ടുപന്നി വന്നു, കാട്ടുപന്നിനെ വെടിവെക്കാമെന്ന് പറയുന്നു. നാളെ ചിലപ്പോൾ കടുവായി ആയിരിക്കും വരുന്നത്. പക്ഷെ വന്യമൃഗം കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റാൻഡ് കൃത്യമായി എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു മാർഗരേഖ ഉണ്ടായേ പറ്റൂ. ഇത് ഒരു ഭരണഘടനാ പ്രതിസന്ധി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്രത്തിന്റെ വന സംരക്ഷണ നിയമപ്രകാരം നമുക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഭരണഘടന പ്രതിസന്ധി തന്നെയായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യമാണ്. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് പുറത്തേക്ക് ഏത് വന്യമൃഗം വന്നാലും അത് അക്രമകാരികളായിട്ട് തന്നെ അതിനെ ഡിഫൈൻ ചെയ്യുക. അല്ലാതെ നമ്മളത് ആലോചിച്ച് നിന്നത് അക്രമകാരിയാണോ അല്ലയോ എന്നൊക്കെ നോക്കിയും കണ്ടും ഒക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഒരു ആന വന്നാലും ആദ്യമേ ശാന്തമായിരിക്കാം, പക്ഷെ എപ്പോൾ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ ആ നിമിഷം തന്നെ വെടിവെച്ച് അതിനെ കൂട്ടിലാക്കി, മയക്കുവെടി വെച്ച് കൂട്ടിലാക്കി അതിനെ കൂട്ടിലാക്കുക എന്നുള്ളത് ഒന്ന്. രണ്ട്, അതല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ ഇവിടെ പ്രധാനമായും രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സെക്ഷൻ നമ്മുടെ വന്യമൃഗ സംരക്ഷണ ബില്ലിലെ സെക്ഷൻ 11(2) പ്രകാരം, ആ നിയമപ്രകാരം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു വന്യമൃഗനെ കൊലപ്പെടുത്താം എന്നുള്ളത് തന്നെയാണ്. കൊല്ലാം, സ്വയം രക്ഷിക്ക്, ബൈ ഹിംസെൽഫ് അല്ലെങ്കിൽ ബൈ മീ ഓർ എനി വൺ എൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ നിയമം എങ്ങനെ എൻഫോഴ്സ് ചെയ്യാം എന്നുള്ളത് തീർച്ചയായിട്ടും കേന്ദ്രവും സംസ്ഥാനവുമായി ഇടപെട്ടുകൊണ്ട് ആ നിയമത്തിലേക്ക് കൊണ്ടെത്തണം. പക്ഷെ ആ നിയമം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കോട്ടയത്ത് കണമനയില് ഒരു കാട്ടുപോത്തിനെ ഒരാളെ കൊലപ്പെടുത്തിയപ്പോൾ ഇവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒരു ഓർഡർ ഇട്ടിട്ടും അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന നമ്മുടെ വൈൽഡ് ലൈഫ് വാർഡൻ ഒബ്ജക്റ്റ് ചെയ്തു. പക്ഷെ അത് സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്. രണ്ട്, ഒരു വന്യമൃഗം പുറത്തേക്ക് വന്നാൽ ആ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ അല്ല. അവരെ വിളിച്ചിട്ട് കാര്യമില്ല, അവർ ചെയ്യല. അതിന് വേണ്ടത് അത് പോലീസിന് അതിന് ഉത്തരവാദിത്വം കൊടുക്കണം. ആ നിയമഭേദഗതി നടത്താമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമുക്കറിയാം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിട്ട് അതിനകത്ത് വന്യമൃഗം പുറത്തേക്ക് വന്നാൽ അത് ഒരു എപ്പിസോഡാക്കി മാറ്റി, അതൊരു ഡിസാസ്റ്റർ ആക്കി മാറ്റി, അതിനെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഉൾപ്പെടുത്തിയാൽ പോലീസിന് ആക്ട് ചെയ്യാൻ പറ്റും, വെടിവെക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ സാധ്യതകൾ ഉണ്ടാകണം. ഏതൊക്കെയാലും ഇതിനകത്ത് വേണ്ടിയിട്ടുള്ള പോരാട്ടം കേരള കോൺഗ്രസ് നിരന്തരമായി നടത്തുകയാണ്. അതായത് ശ്രീ ജോസ് കെ മാണി എം പി, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങൾ പരിശോധിക്കണം. ഈ നിയമത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതിലെ പഴുതുകൾ എന്തൊക്കെയാണ്, അതിലെ പോരായ്മകൾ എന്തൊക്കെയാണ്, കാര്യങ്ങളിൽ ആവശ്യമെങ്കിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് വേണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നതാണ് ശ്രീ ജോസ് കെ മാണി എം പി നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്.